വെൽനസ് പഠിച്ച് അതിൽ ഡോക്ടറേറ്റ് നേടി വിദേശ രാജ്യങ്ങളിലൊക്കെ ധാരാളം പഠനങ്ങൾ നടത്തി അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിത്വമാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ ചികിത്സ ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അദ്ദേഹം ഈ കൺസെപ്റ്റിലൂടെ 2.5 കോടി രൂപ ഏൺ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ ദീർഘമാക്കുന്നില്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. അതിനു മുൻപായിട്ട് അദ്ദേഹത്തെ പാലക്കാടിന്റെ ഒരു ആദരം ഞങ്ങൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സാർ മുൻപോട്ട് വരും. 20 ലക്ഷം 10 ലക്ഷം മുതൽ വാങ്ങിച്ചിട്ടുള്ള ലീഡേഴ്സ് പ്ലീസ് കം ഫോർവേഡ്. അദ്ദേഹത്തെ നമുക്ക് ആദരിക്കാനുള്ള ഒരു സമയമാണ്. ദയവായിട്ട് എല്ലാവരും മുൻപോട്ട് വരണം. അദ്ദേഹത്തെ ഇപ്പോൾ പ്ലീസ് ഇനി വരാനുള്ള ലീഡേഴ്സ് വേഗത്തിൽ മുമ്പോട്ട് വരാം. പൊന്നാടെ അണിയിച്ച് നല്ലൊരു കൈവരിയോടുകൂടെ ഈ ആദരവ് നമുക്ക് ഓരോരുത്തർക്കും നാളെ വന്നു ചേരുന്നതാണ്. താങ്ക് യു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ഡോക്ടർ സുധീർ അവர்கள் തുടർന്ന് സംസാരിക്കും. വലിയ ഗ്യാപ്പിന് ശേഷമാണ്, അത് ഈ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് പാലക്കാട്. ഞാൻ പ്രോഗ്രാമുമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് തുടക്കത്തിൽ 2021 ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രോഗ്രാം ചെയ്തതും ഞാൻ തന്നെയാണ്. ഒരു 14 ജില്ലയിലും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. പിന്നീടാണ് പ്രഗത്ഭരായിട്ടുള്ള എന്നേലും കഴിവുള്ള പോലുള്ള ആളുകളും എല്ലാം ഈ രംഗത്തേക്ക് വന്നു ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടി വന്നു. ഇപ്പൊ ജിത്തു പറഞ്ഞ പോലെ നമ്മൾ എന്നും ഒന്നും ഇതിന്റെ പുറകെ നടക്കണ്ട. ഒരു 2-3 വർഷം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ കാണുകയും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ പിന്നീട് നമുക്ക് റെസ്റ്റ് എടുക്കാം. ഒരുപാട് കാലം ഇത് ചെയ്യേണ്ട ബിസിനസ് ആയിരുന്നു. ഓക്കെ, എനിവേ 2 കാര്യങ്ങളിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒന്ന്, ഈ ഡിസംബർ മാസത്തിൽ 2 സന്തോഷകരമായ കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, 3 വർഷം പൂർത്തീകരിക്കുന്ന ഒരു മാസമാണ് കേരളത്തിൽ. 2021 ഡിസംബർ മാസം 10-ാം തീയതിയാണ് ഞാൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ. തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറയുകയാണ്, വിളിച്ചു പറയുകയാണ് ഫോണിൽ, സാറിൻ്റെ PhD സബ്ജക്റ്റ് മാഗ്നറ്റോതെറാപ്പി ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒരു ഉൽപ്പന്നം ഇവിടെ കേരളത്തിലേക്ക് വരുന്നുണ്ട്, അത് സാറൊന്ന് കൃത്യമായിട്ടൊന്ന് പഠിക്കുകയോ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്താൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണ്. ഞാൻ അങ്ങനെ തന്നെ ഏതാണ്ട് 68 കിലോമീറ്റർ എൻ്റെ കാറും എടുത്ത് ഞാൻ അങ്ങോട്ട് പോവുക. എന്നിട്ട് അവിടെ ചെന്ന ഒരു വൈകുന്നേര സമയത്ത് ഒരു 6:28 സമയമാണ് കൃത്യമായിട്ട്. അവിടെ ചെന്നിരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ക്ലിക്ക് ചെയ്യും. കാരണം എനിക്ക് 2010 ഞാൻ PhD ചെയ്യുമ്പോൾ വെൽനസ് ആണ് PhD സബ്ജക്ട്. അതിനകത്ത് മാഗ്നറ്റോതെറാപ്പി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നില്ല 2010 തുടങ്ങി. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്യും, ഇത് മാനവരാശിക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ പ്രോഡക്റ്റ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പ്രോഡക്റ്റ് ഇവിടെ കിട്ടിയിട്ടില്ല, ഞാനും വാങ്ങിയിട്ടില്ല, ഞാനും ഓർഡർ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ബോധ്യപ്പെട്ടു ഇത് ക്ലിക്ക് ചെയ്യും. അപ്പൊ തന്നെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു കമ്പനി. എനിക്ക് പക്ഷെ 14 ദിവസത്തിന് ശേഷമാണ് ഈ ഉൽപ്പന്നം വരുന്നത് തന്നെ. പക്ഷെ ഞാൻ അതിനുവേണ്ടി കാത്തു നിന്നില്ല. അദ്ദേഹം പറഞ്ഞ പോലെ, ടീച്ചർ പറഞ്ഞ പോലെ, ഞാൻ 13-ാം തീയതി, അതായത് 3-ാമത്തെ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് സൂം സ്റ്റാർട്ട് ചെയ്തു. അത് 469 ദിവസവും ഞാൻ സൂം ചെയ്തു. പിന്നീട് റിലാക്സ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ട്രെയിനേഴ്സുകളും ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ വന്നപ്പോൾ ഞാനത് ഞായറാഴ്ച ദിവസം മാത്രമായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തു. അപ്പൊ ഏതായാലും 3 വർഷം പൂർത്തീകരിച്ചു എന്നുള്ള ഒരു സത്യം അല്ലെങ്കിൽ ഒരു സന്തോഷം അപ്പൊ തന്നെ 8ഓളം കോടീശ്വരന്മാരുടെ ഉണ്ടായി എന്നുള്ളതാണ്. രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് കഴിഞ്ഞ 27 വർഷമായിട്ടും ഈ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ബേസിക്കലി ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസർ റാങ്കിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. എറണാകുളം കൊച്ചിൻ സിറ്റിയിൽ 24 വർഷം സർവീസ് ചെയ്തു. ഒരു 6 വർഷം സർവീസ് ഉള്ളപ്പോഴാണ് ഞാൻ VRS എഴുതി ഇറങ്ങിപ്പോരുന്നത് സർക്കാർ സർവീസിൽ. ആ ഇറങ്ങിപ്പോന്നതിന് ശേഷമാണ് ഞാൻ 2010 PhD ചെയ്യുന്നത്. വെൽനസുമായി ബന്ധപ്പെട്ട FM റേഡിയോ പ്രോഗ്രാമും അതുപോലെ തന്നെ ഫിസിക്കൽ മീറ്റിങ്ങുകളും സെമിനാറുകളെല്ലാം നടത്തിപ്പോരുന്നു.
പക്ഷെ 2021 ഈ പ്രോജക്റ്റ് കിട്ടിയപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഒരുപാട് നന്മയുണ്ട്, ഓൾട്ടർനേറ്റീവ് ചികിത്സാ സംവിധാനങ്ങളെ പരിപോഷിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, മോഡേൺ മെഡിസിന്റെ അതിക്രമത്തിൽ നിന്നും അല്ലെങ്കിൽ അതിപ്രസരത്തിൽ നിന്നും ജനങ്ങളെ അല്ലെങ്കിൽ അടുത്ത തലമുറയെ രക്ഷിക്കാൻ നമ്മുടെ ഈ സിസ്റ്റത്തിന് സാധിക്കും, ഓൾട്ടർനേറ്റീവ് തെറാപ്പി സംവിധാനങ്ങൾക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്നിപ്പോ 2.5 കോടിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ പൈസയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. 2.5 കോടി എന്ന് പറയുമ്പോൾ വലിയ പൈസയാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് 100 കോടിയിലാണ്. 100 കോടി ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യണമെന്ന് പറയാൻ, ഞാൻ സർക്കാർ സർവീസിൽ 24 വർഷം ജോലി ചെയ്ത പൈസ ഞാൻ ഈ ബയോട്ടോറിയത്തിൽ നിന്ന് ഒറ്റ വർഷം കൊണ്ടുണ്ടാക്കി. എനിക്ക് പുതിയ തലമുറയോടൊക്കെ പറയാനുള്ളത്, ജോലി എന്നൊരു കോൺസെപ്റ്റിൽ നിന്നും മാറി ജോലി എടുക്കുന്നവരായിട്ടല്ല ജോലി കൊടുക്കുന്നവരായിട്ട് മാറും. ശമ്പളം വാങ്ങുന്നവരല്ല ശമ്പളം കൊടുക്കുന്നവരായിട്ട് മാറും. ആ പ്രോജക്റ്റാണ് ഇവിടെ ഇപ്പൊ ആർക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതിവിടെ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഒരു വളരെ സന്തോഷം എന്ന് പറയുന്നത്, ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ 27 വർഷമായിട്ട് അതിന്റെ ഭാഗമായി സഞ്ചരിക്കുന്ന ഒരാളെന്ന രീതിയിൽ, ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ അതിന്റെ അനന്ത സാധ്യത മനസ്സിലാക്കിയിട്ടാണ് ഞാൻ BRSLD ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ കഴിഞ്ഞ 2021 ഗൈഡ് ലൈൻസും ഒരു ചട്ടക്കൂടും ഉണ്ടാക്കി. കഴിഞ്ഞ 2021 ഡിസംബർ 28 കേന്ദ്ര ഗവൺമെന്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരു പ്രൊഫഷനായിട്ട് തന്നെ ഒരു കരിയറായിട്ട് അംഗീകരിക്കാവുന്ന രൂപത്തിൽ നിയമങ്ങൾ കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പ് എല്ലാ കമ്പനികളും ഇപ്പൊ നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് ചട്ടക്കൂടുകൾ പ്രകാരം ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പേപ്പർ വന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ആ പോരായ്മ തീർക്കുന്നതിന് 2 ആഴ്ച സമയം കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ്. അതിനുശേഷം ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതോടുകൂടി ഇതിന്റെ ഒരു പ്രത്യേക മുഖച്ഛായ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ മാറി. ഇപ്പൊ ആളുകൾക്ക് ചിന്ത, എന്തോ ഒരു പണിയില്ലാത്തവർ ചെയ്യുന്ന പണി, എന്തോ ആർച്ചയാക്കുന്ന തരികിട പരിപാടി, എന്തോ മണിച്ചെയ്ൻ പരിപാടി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. തെറ്റാണത്. അതിനെക്കുറിച്ച് അറിയില്ലാഞ്ഞിട്ടാണ്. ഈ ഇൻഡസ്ട്രിയുടെ പവർ മനസ്സിലാക്കണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോ നമ്മുടെ റൊണാൾഡ് ട്രംപ് തന്നെ 2 MLA കമ്പനിയുടെ ഉടമസ്ഥനാണ്. അദ്ദേഹം ആദ്യം ഇപ്പൊ തന്നെ ചെയ്ത എന്താണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് ഒരു ഡയറക്ടറെ നിയമിച്ചുകൊണ്ടാണ് ആദ്യ അപ്പോയിന്റ്മെന്റ് അദ്ദേഹം. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇന്ന് 39 കാലഘട്ടത്തിൽ തുടങ്ങി ഇന്ന് 120ഓളം രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം, പ്രൂവൺ മാർക്കറ്റിംഗ് സിസ്റ്റം, ഓഡീഷന്മാരെ സൃഷ്ടിച്ച ഒരു സിസ്റ്റം ഇവിടെ വൈകിപ്പോയി. നമ്മൾ തിരിച്ചറിയാൻ ഇന്ത്യയിലേക്ക് വൈകിപ്പോയി. പക്ഷെ ഇപ്പൊ തന്നെ 13ഓളം യൂണിവേഴ്സിറ്റിയിൽ പാഠ്യവിഷയമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ഗൈഡ് ലൈൻസിന്റെ പ്രകാരം ഗവൺമെന്റ് മോണിറ്റർ ചെയ്യാനുള്ള മോണിറ്ററിംഗ് മെക്കാനിസം ഒക്കെ വരുന്നതോടുകൂടി ഒരു 2-3 വർഷത്തിനുള്ളിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബയോട്ടോറിയായിട്ട് മാറും. ആ സമയത്തൊക്കെ നമ്മൾ ഏത് പൊസിഷനിലായിരിക്കും നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവം ആരോഗ്യം തരട്ടെ. ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ജില്ലയിലെ ഏറ്റവും സമ്പന്നന്മാരുടെ പട്ടികയിൽ ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഉണ്ടാവും. ഞാനുണ്ടാവും, ഒരു സംശയം വേണ്ട. ഇപ്പൊ ജിത്തു പറഞ്ഞല്ലോ, ജിത്തു ഉണ്ടാവും, ആർക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ ജോഷി ഉണ്ടാവും. ഓരോ വ്യക്തികളും ഇതിനകത്തുണ്ടാവും, ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷെ കോൺഫിഡൻസോടുകൂടി ഇൻഡസ്ട്രിയിൽ നിൽക്കുക. ജനങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് പറയാനും കുശുമ്പ് പറയാനും അല്ലെങ്കിൽ നമ്മളെ തള്ളി പറയാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവർക്കൊന്നും ഈ ഇൻഡസ്ട്രിയുടെ പവർ ഒന്നും അറിയില്ല. ലോകത്ത് ഇത് പ്രൂവ് ചെയ്ത സിസ്റ്റമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, 30 വർഷവും 25 വർഷവും 26 വർഷവും സർവീസ് ചെയ്യാനല്ല അല്ലെങ്കിൽ ജോലി ചെയ്യാനല്ല നമ്മൾ ഇത് ശ്രമിക്കേണ്ടത്. ആ 30 വർഷം ജോലി ചെയ്യുന്ന പൈസ 3 വർഷം കൊണ്ടുണ്ടാക്കി ജീവിതം എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ ബയോട്ടോറിയത്തിനെ കാണുന്നത്. 3 വർഷം ചെയ്താൽ മതി. ഞങ്ങൾക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് 2021 ഡിസംബർ 10 ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ കൂടെ ഞാൻ എന്ന് പറഞ്ഞ ആൾ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷെ ഒരു ഏറ്റവും വലിയ രസകരമായ ഒരു സംഭവം, നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു സ്പോൺസർ ഉണ്ടാവും അല്ലെ? നിങ്ങൾ പരിചയപ്പെടുത്തിയ ഒരാളെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. എന്നെ 2021 ഡിസംബർ 10 പരിചയപ്പെടുത്തിയ ആള് ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം ചെയ്തില്ല, പക്ഷെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. അതൊരു ചൂണ്ടുപലകയായിരുന്നു അദ്ദേഹം. നമുക്ക് ഇപ്പൊ തിരുവനന്തപുരത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തൃശ്ശൂർ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു സർവേ കല്ല് പോലെ ഒരു സാധനം കണ്ടിട്ടില്ലേ? അതായത് നമ്മുടെ കിലോമീറ്റർ സൂചിപ്പിക്കുന്ന അല്ലെ? ഇവിടുന്ന് തൃശ്ശൂർക്ക് 68 കിലോമീറ്റർ, അത് കുറച്ച് കഴിയുമ്പോൾ അടുത്ത തവണയാണ് 67 അങ്ങനെ കുറഞ്ഞ് തൃശ്ശൂർ ചെല്ലുമ്പോൾ 0 അല്ലെ? എന്നെ ബയോട്ടോറിയം പരിചയപ്പെടുത്തിയ ആള് ഒരു ഈ പറയുന്ന എന്തെന്നാണ് പറയണത് ശരിക്കും, മയിൽക്കുറ്റി. യഥാർത്ഥത്തിൽ ഒരു മയിൽക്കുറ്റി ആയിരുന്നു പുള്ളി. അവിടെ തന്നെ കൈപ്പെടും. ഞാൻ അവിടെ ചെന്നു
ഞാൻ ലക്ഷ്യത്തിൽ ചെന്നു, കോടികൾ സമ്പാദിച്ചു, ഇനിയും കോടികൾ സമ്പാദിക്കാനുള്ള അവസരം. പക്ഷെ അതൊരു ദൈവമായിട്ട് എനിക്കൊരു നിമിത്തമായിട്ട് എനിക്ക് കാണിച്ചു തന്നു എന്നത്രേ ഉള്ളൂ. ഞാൻ അയാളെ പൂച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് ദൈവം അദ്ദേഹത്തിലൂടെ ഒരു വഴി കാണിച്ചു തന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? കിട്ടിയ അവസരം ഞാൻ അവിടെ ഉപയോഗിച്ചു. എന്ത് ചെയ്തു? ഇത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ഇന്നിപ്പോ ഈ ഒരു അവസരത്തിലേക്കും ഇതുപോലെ നിൽക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. എന്റെ കുടുംബത്തും എന്റെ സമൂഹത്തിലും എനിക്കുണ്ടായ നിലയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ 56 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ചെറിയ തുച്ഛമായ പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്നവരും ഇതിനകത്തുണ്ടാവാം, അല്ലെങ്കിൽ എല്ലാവരിലും ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ ശമ്പളം മേടിക്കുന്ന അല്ലെങ്കിൽ പെൻഷൻ മേടിക്കുന്നതിന്റെ 10 ഇരട്ടി തുക ഡെയിലി ഒരു 40,000 50,000 ഇന്ന് അക്കൗണ്ടിൽ വീഴുന്നു. അതായത് ഒരു 10-15 ലക്ഷം രൂപ ഒരു മാസം വരുമാനം കിട്ടാൻ ഞാൻ ആകെ ചെയ്തത് ഒരു ഉൽപ്പന്നം വാങ്ങി എന്നുള്ളതാണ്. ഒരിക്കലും ഞാൻ ഒരു ഉൽപ്പന്നം വിറ്റിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഉൽപ്പന്നം വിൽക്കുന്നുണ്ടോ? ഇല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പ്രത്യേകിച്ചും ഈ ബയോട്ടോത്തിൽ ഒരു ഉൽപ്പന്നം നമ്മൾ വിൽക്കുന്നില്ല. പക്ഷെ വിൽക്കാൻ സഹായിക്കുന്നുണ്ട്. അതിനാണ് ഈ പൈസ കിട്ടുന്നത്, അല്ലേ? ടിവിയിലൂടെ പരസ്യം കണ്ട് നമ്മൾ മമ്മൂട്ടി, മോഹൻലാലും, ഐശ്വര്യ റായ്, അമിതാഭ് ബച്ചൻ എല്ലാം പരസ്യങ്ങൾ പറഞ്ഞ് കോടികൾ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. പക്ഷെ അവരെന്തെങ്കിലും ഉൽപ്പന്നം വിൽക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ആ കമ്പനിയുടെ ഉൽപ്പന്നം വിൽക്കാൻ സഹായിക്കുന്നുണ്ട്. അതിനാണ് ആ കോടികൾ കിട്ടുന്നത്. ഇവിടെയും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. ഈ ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നം ഇവിടെ ആരും വിൽക്കുന്നില്ല, അതിനുവേണ്ടി സ്റ്റോക്ക് ചെയ്യുന്നില്ല, പൈസ മുടക്കുന്നില്ല, ഷോപ്പ് കൊടുക്കുന്നില്ല, തൊഴിലാളികളെ വയ്ക്കുന്നില്ല, നമ്മുടെ ജോലിക്കോ ബിസിനസിനോ തടസ്സവുമില്ല. പക്ഷെ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. അവര് പൈസ കമ്പനി കിടക്കുന്നു, കമ്പനി അവർക്ക് പ്രോഡക്റ്റ് കൊടുക്കുന്നു. അപ്പൊ പിന്നെ നമ്മൾ വിറ്റില്ലല്ലോ, വിൽക്കാൻ സഹായിച്ചു. ഈ വിൽക്കാൻ സഹായിക്കുന്നതിനാണ് ചിലർ കരുതിയിരിക്കണമെന്ന്. ഞാൻ ബയോട്ടോറിയത്തിൽ ഈ സഞ്ജീവ് പോലത്തെ ഈ സാധനം പിടിച്ച് വീടുകൾ തോന്നി കയറി ഇറങ്ങി വരുമ്പോ അങ്ങനെയൊക്കെ ആശങ്കയുണ്ട്. തെറ്റാണത്. നമ്മളൊന്നും വിൽക്കാൻ നടക്കണ്ട. റെക്കമെൻഡ് ചെയ്യാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങളാണ്. സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിൽ ഇരുന്ന് കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാവുന്ന ഇപ്പൊ ജെൻസിന്റെ ഒക്കെ കാണുമ്പോൾ, അന്നൊക്കെ ഞങ്ങൾ 2 വർഷം 2.5 വർഷം മുമ്പൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ ജെൻസിയൊക്കെ ഒന്ന് സ്റ്റേജിലേക്ക് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കാൻ പോലും പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. കാരണം അങ്ങനെ ഒന്നും ശീലമില്ലാത്തവരാണ്. പക്ഷെ ഇന്നൊക്കെ ഈ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ ഇത് തന്നെയാണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും, ഡ്രസ്സിങ്ങിൽ മാറ്റം വരും, നമ്മുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരും, സംസാരത്തിൽ മാറ്റം വരും. ഇങ്ങനെ ഇത്രയും സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ലോകത്തില്ല എന്നതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഒരു ദുശ്ശീലങ്ങളിലേക്ക് നമ്മൾ പോവില്ല. കാരണം ജനങ്ങളുമായിട്ട് ഇടപെടുന്നതുകൊണ്ട് അങ്ങനെ ഒരു ദുശ്ശീലത്തിലേക്ക് നമ്മൾ മാറിപ്പോവില്ല. അങ്ങനെ സമൂഹത്തിന് നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ബയോട്ടോറിയത്തിന്റെ ഇപ്പൊ 3000-ഓളം പ്രോഡക്റ്റുകൾ വരുന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ നമ്മുടെ വീട്ടില് രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ സോപ്പ് മുതൽ അങ്ങനെ രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്, ഓരോ വീടുകളിലും നമ്മളുടെ ID ക്രിയേറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ടോ അവരെ വലിയൊരു സംഖ്യ കൊടുത്തുകൊണ്ട് 9,800 16 ജോലിയിലേക്ക് നിങ്ങൾ പോകരുത്. ഒരു 4,200-ന്റെയോ 5,200-ന്റെയോ ഒരു ID ക്രിയേറ്റ് ചെയ്ത് ഓരോ വീടുകളിലും ഇപ്പൊ തന്നെ നിങ്ങൾ സേഫ് ആക്കിക്കോളൂ. ആ വീടുകൾ ഒരു വർഷം കഴിയുമ്പോൾ, ഇപ്പൊ 2025-ലേക്ക് കയറുമ്പോൾ 3000-ഓളം പ്രോഡക്റ്റ് വരുമ്പോൾ ഏതൊരു ദരിദ്ര കുടുംബത്തിൽ വലിയ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള സാധനങ്ങളുണ്ടാവും. ഏതായാലും ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ മാളുകളിൽ നിന്നോ കടകളിൽ നിന്നോ നമ്മളിത് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഈ ബ്രാൻഡ് അങ്ങോട്ട് മാറും. ഇനി ഈ ബയോട്ടോറിയം ബ്രാൻഡിലേക്ക് നമ്മൾ മാറുമ്പോൾ ഓരോ കുടുംബത്തിൽ നിന്ന് 4,000, 5,000, 10,000, 25,000 രൂപ പ്രോഡക്റ്റ് വാങ്ങുന്ന ഒരു കൾച്ചർ വരും. പക്ഷെ ആ സമയത്ത് നമ്മൾ അവിടെ ID ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഒരു കസ്റ്റമറാക്കി നിർത്തണ്ടേ? നിർത്തിയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇനി വേറൊരു കാര്യം കൂടി ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാം. ഇപ്പൊ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ സൂമിലൂടെ ആണെങ്കിലും ഈ പ്രോഗ്രാമിൽ അവയർനെസ് പ്രോഗ്രാം കൊടുക്കുന്ന ഒരു വ്യക്തി എന്നതിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ എത്ര ലക്ഷം പേരെന്നാണ് പറഞ്ഞ കേരളത്തിൽ? 2.5 ലക്ഷം പേരെ എത്തിയിട്ടുള്ളൂ. ശരിക്കും നമ്മൾ അവിടെ നിൽക്കേണ്ടവരല്ല. ശരിക്കും ഒരു 10 ലക്ഷം കൈകളിലേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ ഉൽപ്പന്നം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയട്ടെ. നമ്മൾ രോഗികളെ നോക്കി പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പലരും രോഗങ്ങളുടെ പെരുപ്പ് ഇവിടെ കാണിച്ച സ്ലൈഡുകൾ തന്നെ കണ്ടപ്പോൾ ഇത് ഒരുപാട് രോഗികളെ. നിങ്ങൾ ഒരാളുടെ മുന്നിൽ പോയിരുന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അയാളുടെ മുന്നിലേക്ക് നമ്മൾ ഒരുപാട് രോഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ നിന്ന് കാണിക്കുന്നു, ഫോട്ടോ കാണിക്കുന്നു, മൊബൈലിൽ കാണിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അയാൾ ആദ്യം ചിന്തിക്കുന്നതാണ്, എനിക്കിത് ആവശ്യമില്ല, അപ്പുറത്തെ വീട്ടിലെ ജോസഫിന് ആവശ്യമുണ്ട്, ഇപ്പുറത്തെ അവകാശത്തിന് ആവശ്യമുണ്ട്, അപ്പുറത്തെ അന്തപ്പന് ആവശ്യമുണ്ട്, ഇപ്പുറത്തെ ബഷീറിന് ആവശ്യമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അയാൾ പറയും, ഒരു കാര്യം ചെയ്യും, അപ്പുറത്തെ വീട്ടിൽ അയാളെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണ്ടേ? എനിക്ക് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല.
ശരിക്കും നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നതിലല്ല നമ്മളിപ്പോ കളിച്ചുകൊണ്ടിരിക്കണേ. നമ്മൾ രോഗികളിലേക്ക് പോകുന്നു. 20% WHO പറയുന്ന 20% രോഗികളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പോയില്ല. നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ അവരും പറയും ശരി ഞാനൊന്ന് ഉപയോഗിക്കട്ടെ, റിസൾട്ട് കിട്ടുമെങ്കിൽ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പരീക്ഷിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഉൽപ്പന്നം കൊണ്ടുകൊടുത്തിട്ട്. അതല്ല വേണ്ടത്. നമ്മളിവിടെ ഹെൽത്തും വെൽത്തും പറഞ്ഞു. ഇവിടെ ഇത് പ്രിവെൻഷൻ കാറ്റഗറിയിൽ വരുന്ന ഉൽപ്പന്നമാണെന്ന് നിങ്ങൾ ഇന്ന് മുതൽ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങേണ്ടത്. ഇത് ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞാൽ 75% മാർക്കറ്റിലേക്ക് നമ്മൾ കടന്നു. ഇപ്പൊ നമ്മൾ 20% മാർക്കറ്റിലേക്ക് പോയിട്ടാണ് 2.5 ലക്ഷം എന്ന് പറയുന്നത്. നമ്മൾ ഈ മേഖലയിലേക്ക് ഒന്ന് കടന്നു നോക്കി. ഹെൽത്തി പീപ്പിൾ റിമെയിൻ ഹെൽത്തി. ആരോഗ്യമുള്ളവർ ആരോഗ്യത്തോടെ തുറന്ന് ജീവിക്കാനുള്ള ഒരു ഉൽപ്പന്നമാണ് ബയോട്ടോറിയത്തിന്റെ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത് നോക്കിയേ. ഈ ആരോഗ്യമുള്ള ഒരു ബിസിനസ് ചെയ്യും. ഈ അവസരമായി കിടക്കുന്നവർ എന്ത് ബിസിനസ് ചെയ്യാൻ പോണേ? എന്നിട്ടും 8 കോടീശ്വരന്മാരുണ്ടായി ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ മാർക്കറ്റിൽ കളിക്കാതെ 20% വരുന്ന ചെറിയ മാർക്കറ്റിൽ കളിക്കാതെ 75% ഫോക്കസ് ചെയ്യില്ല. നിങ്ങൾ ഇന്ന് മുതൽ ഈ 3 വർഷം കഴിയുന്ന സമയത്ത് ഞാൻ 3 വർഷത്തെ ഫീഡ്ബാക്ക് ആണ് പറയുന്നത്. കാരണം ഒരുപാട് കോളുകൾ ഡെയിലി എനിക്ക് വരും ഈ സൗത്ത് ഇന്ത്യയുടെ ഗ്രൂപ്പിൽ, കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും. അവിടെയൊക്കെ രോഗത്തിന്റെ പേരും പറഞ്ഞ് ഇന്ന പ്രശ്നമുണ്ട്, അത് ഉപയോഗിക്കാമോ, ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, ഇങ്ങനെ റിസ്ക് ഉള്ള മേഖലയിൽ കളിച്ചിട്ടാണ് ഇപ്പൊ ഇത്രയും അച്ചീവ്മെന്റ് ഉണ്ടാക്കിയേക്കുന്നത്. അവരാരും ബിസിനസ് ചെയ്യില്ല. കാരണം ആ രോഗികളെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. പക്ഷെ നിങ്ങൾ 20% എന്ന റിസ്ക് ഉള്ള ഫീൽഡിൽ കിടന്ന് കളിച്ചിട്ടാണ് ഇത്ര അച്ചീവ്മെന്റ് ഉണ്ടാക്കിയതെങ്കിൽ ആരോഗ്യമുള്ളവർക്ക് ആരോഗ്യത്തോടെ തുറന്ന് ജീവിക്കാനുള്ള ഒരു ഉൽപ്പന്നമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്താൽ ഈ ആരോഗ്യമുള്ളവർ ബിസിനസ് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന 8 അല്ല 800 അല്ല 8000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ ഈ അടുത്ത വർഷത്തിൽ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ചികിത്സയ്ക്കായി ഉൽപ്പന്നം പരിചയപ്പെടുത്തല്ലേ ഇനി മുതൽ. എന്നാൽ ഗുണം കിട്ടുന്നില്ലേ? അത് സയൻസാണ്. അത് മാഗ്നറ്റോ തെറാപ്പി എന്ന് പറയുന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സൽ സയൻസിനെ ബേസ് ചെയ്ത് ആ ഉൽപ്പന്നം ചെയ്തോളൂന്നേ. നിങ്ങൾ അത് ബോണസ് ആയിട്ട് കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ നിങ്ങൾ രോഗത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയാൽ നിങ്ങൾ സിക്കായി പോകും. അതുകൊണ്ട് 75% എന്ന മെജോറിറ്റിയുള്ള ജനങ്ങളിൽ ആരോഗ്യമുള്ളവരെ ആരോഗ്യത്തോടെ തുറന്നു ജീവിക്കാനുള്ള ഉൽപ്പന്നമായി പരിചയപ്പെടുത്തിയാൽ നമുക്ക് ഈ പറയുന്ന സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒരു ഇന്ത്യ രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ ഈ ബയോടോറിയത്തിനിടെ തുടർന്നുള്ള വർഷങ്ങൾ നമുക്ക് സാധിക്കട്ടെ. 2025 ഡിസംബറിൽ 10,000 പേരുടെ പ്രോഗ്രാമാണ് സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് എറണാകുളത്ത് ബോൾഗാട്ടിയിലെ ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറയുന്ന 7-സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ട് 10,000 പേരുടെ പ്രോഗ്രാം ഇപ്പോഴേ സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പ് ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 101 കോടീശ്വരന്മാരെ സ്റ്റേജിൽ കിട്ടുമ്പോൾ ഈ ഇരിക്കുന്നവരിൽ എല്ലാവരും തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം